ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് ഓൺ വോയിസിൽ വരാൻ കാരണം ന്യൂസിലൊക്കെ വരാൻ തുടങ്ങി, ഞങ്ങള് ഡിവോഴ്സായി എന്നൊക്കെ ഒരുപാട് ന്യൂസുകളൊക്കെ വരാൻ തുടങ്ങി. ആഫ്റ്റർനൂൺ ഈ ലൈവ് വരാൻ കാരണം കഫേ വൈബ് എന്നൊരു ചാനൽ എന്നെക്കുറിച്ചും എന്റെ വൈഫിനെ കുറിച്ചും മോശമായ ടൈറ്റിലോട് കൂടിയ ഒരു കണ്ടന്റ് ഇല്ലാത്ത മോശം വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നു. അതിന്റെ താഴെ കമന്റ് ചെയ്യുന്ന ഫിറോസ് ഖാനെ പോലുള്ള വളരെ മോശമായിട്ട് കമന്റ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അവരോട് ഞാൻ പറയുകയാണ്, ഞാൻ ഇപ്പോൾ വർക്കിന്റെ കാര്യത്തിൽ കുറച്ച് ബിസി ആയത് കാരണം മാത്രമാണ് കേസ് മാറി നിൽക്കുന്നത്. അതർവൈസ് ഐ എം ഫയലിംഗ് എ കേസ് അഗേൻസ്റ്റ് എവ്രി വൺ ഹൂ ഇൻഡയറക്ട്ലി സൈബർ ബുള്ളിങ്ങിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. ഇതില് എനിക്കും എന്റെ വൈഫിനും യാതൊരുവിധ അഭിപ്രായ വ്യത്യാസമില്ല. വി ആർ ഫയലിംഗ് എ കേസ് അഗേൻസ്റ്റ് ഓൾ ദോസ് പീപ്പിൾ. ഇങ്ങനെ മോശമായിട്ട് വളരെ തരം താഴ്ന്ന രീതിയിൽ കമന്റ് ചെയ്യുന്ന അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ പോവുകയാണ്. താങ്ക് യു ഫോർ ജോയിനിങ്. എല്ലാവരും വരുന്ന ഓരോ ആൾക്കാരോടും 82ഓളം ആൾക്കാരുണ്ട്, എല്ലാവരോടും താങ്ക് യു ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ എം അഗൈൻ സെയിങ്, മോശമായ കമന്റ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക. ബിക്കോസ് ആ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ അത്യാവശ്യം. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഒരു കല്യാണത്തിന്റെ പേരിൽ ചർച്ചാ വിഷയമായിട്ടുള്ള രണ്ട് വ്യക്തികളായിരുന്നു ക്രിസ് വേണുഗോപാലും അതുപോലെ തന്നെ ദിവ്യ ശ്രീധരൻ. രണ്ടുപേരും സെലിബ്രിറ്റീസുകൾ തന്നെയാണ്. ഈ ഒരു വിവാഹത്തോടു കൂടി ഏറ്റവും കൂടുതൽ, അതായത് വിവാഹത്തിന്റെ പേരിൽ ചർച്ചയായതാണ് ഇവര്. പ്രത്യേകിച്ചും ക്രിസ് വേണുഗോപാലന്റെ ആ ഒരു അപ്പിയറൻസ് ഉണ്ടായിരുന്നല്ലോ, താടിയൊക്കെ നീട്ടി വളർത്തി അങ്ങനെയൊക്കെ ഉള്ള അപ്പിയറൻസ്. ഒരു അപ്പൂപ്പൻ ഒരു ചെറുപ്പക്കാരിയെ വിവാഹം കഴിച്ചു എന്ന പേരിലായിരുന്നു ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഇവർ നേരിട്ടത് തന്നെ. പിന്നെ മറ്റൊരു കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ എടുത്തു പറയുന്ന വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഇവര് വിവാഹം കഴിച്ചതൊന്നും അല്ല. ഈ പാപ്പരാസികൾക്ക് ഓരോ കാരണം വേണമല്ലോ. രണ്ടുപേരും രണ്ടാം കെട്ടാണ് എന്നുള്ള ഒരു കാരണം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ദിവ്യ ശ്രീധരന്റെയും രണ്ടാം വിവാഹമാണ്, അതുപോലെ ക്രിസ് വേണുഗോപാലിന്റെയും രണ്ടാം വിവാഹമാണ്. ഇവർ വിവാഹം കഴിച്ച അന്ന് മുതൽ, അതായത് വിവാഹമൊക്കെ സർപ്രൈസ് ആക്കി വെച്ചിരുന്നു. പെട്ടെന്നായിരുന്നു ഈ ഒരു വിവാഹ വാർത്തയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞതും. അപ്പൊ ഈ ഒരു വാർത്ത വന്നത് മുതൽ തന്നെ അന്ന് തൊട്ട് ഇന്ന് വരെയും ഇവർക്ക് നിരന്തരം സൈബർ ബുള്ളിങ് നേരിടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിങ് ആണ് ഇവർ നേരിടുന്നത്. അതും പ്രത്യേകിച്ച് പല ചാനലുകളിലും പല നെഗറ്റീവ് തംബ്നെയിൽസും ടൈറ്റിൽസും കൊടുത്ത് ഇവരുടെ കല്യാണം കഴിഞ്ഞില്ല അതിന് പിറ്റന്ന് മുതൽ തന്നെ ഡിവോഴ്സ് എന്നുള്ള വാർത്തയും അതുപോലെ ഗർഭിണിയായി എന്നുള്ള വാർത്തയും ഇതൊക്കെ തന്നെയാണ് നിരന്തരം ഇവരെ സോഷ്യൽ മീഡിയയിൽ വേട്ടയാടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇത്രത്തോളം അവരെ സഹിച്ചു. കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണ്, അപ്പം ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാകും എന്നൊക്കെ കരുതി അവരും മൈൻഡ് ചെയ്യാതെ നിൽക്കുമായിരുന്നു. പക്ഷെ ഇതൊരു പരിധി അതിര് കടന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ശരിക്കും ഇതിന് എഗെയിൻസ്റ്റ് തന്നെ അവർക്ക് സംസാരിക്കേണ്ട ഒരു ലെവൽ വന്നു. ആ ഒരു അവസരത്തിലാണ് ഇപ്പോൾ നമ്മുടെ ക്രിസ് വേണുഗോപാൽ ലൈവായി വന്നതും അത്യാവശ്യം നല്ല ദേഷ്യത്തോടു കൂടി തന്നെയാണ് പുള്ളിക്കാരൻ ഇക്കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്. ഇത് തെറ്റെന്ന് പറയാൻ കാരണം, ഒരാളെയും നിങ്ങൾക്ക് അധിക്ഷേപിക്കാൻ ഒരു അധികാരവും ഇല്ല. യു ഡോണ്ട് ഹാവ് എ റൈറ്റ് ടു ഡിഫെയിം ഓർ കൈൻഡ് ഓഫ് പോസ്റ്റ് വൾഗർ കമന്റ്സ് ലൈക്ക് യു ആർ ഡൂയിങ് നൗ. ഞാൻ നിങ്ങളടുത്ത് ഒരു കാര്യത്തിനും ഐ എം നോട്ട് കമ്മിങ് ഫോർ എനി കൈൻഡ് ഓഫ് say I'm not asking you about my family life, how I should live or how I should be living, but these vulgar comments are very, very nasty, and I strongly say that action will be taken if I come back and find these comments or these videos online still. Then yes, every name, every channel which posted wrong titles just for the sake of getting some money, I'm filing a case against them, because this is defaming us, spreading false news, bullying and cyberbullying, especially harassment, violent, vulgar sexual comments against us. It is not tolerated. I repeat, I am going ahead with a strong legal case. So you have a few days left before which I finish my work and come back. You have time to decide whether you want to still post such vulgar comments, and legal action will be taken. I'm feeling very sorry for you, because your family deserves a little more respect. Unlike what the kind of posts you're posting or the comments you're writing, your family deserves a better human.
ദാറ്റ്സ് ഇസ് വാട്ട് ഐ ഹാവ് ടു സേ. നിങ്ങളുടെ കുടുംബത്തിന് നല്ലൊരാളെ കിട്ടേണ്ടതായിരുന്നു. നിങ്ങളെപ്പോലത്തെ ഒരാളാണ് ഇത്രയും മോശമായിട്ട് എഴുതുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ തന്നെ നിങ്ങളെ പുറത്താക്കും. ബിക്കോസ് അത്രയ്ക്ക് മോശമായിട്ടാണ് നിങ്ങൾ എഴുതുന്നത്. ആൻഡ് ഐ റിയലി ഫീൽ ദിസ് ഇസ് നോട്ട് ദ വേ ടു ഡു ഇറ്റ്. രണ്ടാമത് വിവാഹിതരായി എന്ന പേരിലാണ് ഇവർ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് നേരിടുന്നത് കേട്ടോ. എന്തുകൊണ്ടാണ് ആളുകൾ ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് വെക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇപ്പോൾ രണ്ടാമത് വിവാഹം കഴിച്ചെന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ആദ്യ വിവാഹത്തിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള നമ്മൾ സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഏത് രീതിയിലാണ് അവരുടെ ദാമ്പത്യം, അവർക്കത് എന്ന് വെച്ചാൽ അവർക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയായിരുന്നു. അതുകൊണ്ടായിരുന്നു അവർ ആ ഒരു വിവാഹത്തെ ഉപേക്ഷിച്ച് രണ്ടാമത് പരസ്പര സമ്മതത്തോടു കൂടി തന്നെയാണ് രണ്ടുപേരും വിവാഹം കഴിച്ചത്. നല്ല സന്തോഷത്തോടെ കഴിഞ്ഞിരിക്കുന്നതാണ് ഈ ഒരു ജീവിതത്തിൽ. അവരെ കുറിച്ച് ഇല്ലാത്ത കഥകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നത്. പിന്നെ രണ്ടാം വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് അത് വലിയ തെറ്റൊന്നുമല്ല. എത്രയോ ആളുകൾ രണ്ടാം വിവാഹം കഴിക്കുന്നു. പിന്നെ ഇവിടെ സ്ത്രീ എന്ന നിലയിൽ ദിവ്യ ശ്രീധർ അത് ഒരു സ്ത്രീയല്ലേ? ഒരു സ്ത്രീ രണ്ടാം വിവാഹം കഴിച്ചാൽ അതിന് മാത്രം എന്ത് കുറ്റമാണ് കണ്ടുപിടിക്കുന്നത്? കാരണം ഇത്തരത്തിലുള്ള ആളുകൾ രണ്ടാമത് വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ള ചിന്താഗതിയാണോ ഈ ഒരു സോഷ്യൽ മീഡിയയിലെ മലയാളികൾക്കിടയിലുള്ളത്? അതൊക്കെ പണ്ടത്തെ കാലത്തെ ആളുകളാണ് ആ ഒരു ചിന്താഗതി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം ഒരു സ്ത്രീക്കും പുരുഷനും ആദ്യ വിവാഹ ബന്ധത്തിൽ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അത് അവിടെ ഒരു ജീവിതം ഇല്ലാതാവുന്നതിനേക്കാളും നല്ലത് പരസ്പരം ധാരണത്തോടു കൂടി തന്നെ അത് മതിയാക്കി ഉപേക്ഷിച്ചു പോകുക. പിന്നെ രണ്ടാമതൊരു വിവാഹം കഴിക്കുമ്പോൾ ശരിക്കും നമ്മൾ പല കാര്യങ്ങൾ ചിന്തിച്ച് തന്നെയായിരിക്കും ഈ ഒരു രണ്ടാമത് വിവാഹം കഴിക്കുന്നത്. രണ്ടുപേരെ എടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ടുപേരും വളരെ മെച്യൂർഡ് ആയിട്ടുള്ള പേഴ്സൺസ് തന്നെയാണ് അല്ലെ? അവരുടെ ആ ഒരു കാഴ്ചയിൽ കാണുമ്പോൾ തന്നെ അറിയാം അവർ എല്ലാം ആലോചിച്ചും കണ്ടും, അതായത് ദിവ്യയ്ക്ക് 2 മക്കളാണുള്ളത്. ആ മക്കളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ക്രിസ് വേണുഗോപാൽ ദിവ്യയെ വിവാഹം കഴിച്ചത്. ദിവ്യയെ വളരെ സ്നേഹത്തോടു കൂടിയാണ് ആ മക്കളെയും അക്സെപ്റ്റ് ചെയ്ത് അവരുടെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നോക്കി ഒക്കെയാണ് അദ്ദേഹം കഴിയുന്നത്. ഇപ്പൊ രണ്ടുപേരും അവരുടേതായ പ്രൊഫഷണൽ വർക്കിലാണ്. ദിവ്യയുടെ അറിയാലോ, ദിവ്യ സീരിയൽ മേഖലയിലെ താരമാണ്. അതുപോലെ ക്രിസ് വേണുഗോപാൽ എന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കർ, ലോയർ എല്ലാം അടങ്ങിയ ഒരു സർവഗുണ സമ്പന്നൻ എന്ന് തന്നെ പറയാം. വളരെ എനർജറ്റിക്കും പവർഫുള്ളുമായിട്ടുള്ള ഒരു വാക്കുകൾ, അതായത് ആ മോട്ടിവേഷൻ സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ കേട്ടിരുന്നു പോകുമല്ലേ, അത്രയ്ക്കും പവർഫുൾ ആണ് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾക്കും നമ്മൾക്ക് കേൾക്കുമ്പോൾ തോന്നുന്നത്. പത്തരമാറ്റ് സീരിയലിനിടയിലാണ് ഇവർ പരസ്പരം കണ്ടുമുട്ടിയതും പരസ്പരം വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി തന്നെയായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. എന്നാൽ ഇവിടെ നമുക്കറിയാലേ, ക്രിസ് വേണുഗോപാലിനെ നോക്കുമ്പോൾ ഒരു പ്രായ വ്യത്യാസം തോന്നുന്നത് കൊണ്ട് തന്നെ, പ്രത്യേകിച്ചും ആ ഒരു സീരിയലിലെ മൂർത്തി സാർ എന്ന് പറയുമ്പോൾ ഒരു അപ്പൂപ്പൻ വേഷമായിരുന്നു. ഈ ഒരു പ്രായ വ്യത്യാസം കണ്ടതുകൊണ്ട് തന്നെയാണ് ആദ്യമായിട്ട് ഭയങ്കരമായിട്ടുള്ള രൂക്ഷ വിമർശനങ്ങൾ ഇവരുടെ ഇടയിൽ ഈ ഒരു വിവാഹത്തിനിടയിൽ സംഭവിച്ചത്. ഇതോടെ അതിനുശേഷം അവരെ പല ഇന്റർവ്യൂസിലും കൊണ്ട് അവരുടെ ജീവിതത്തിലുണ്ടായ പല കാര്യങ്ങളും അവർ പറയുകയുണ്ടായി. എന്നാൽ ഇതിനൊക്കെ എതിരെ അവർക്ക് രൂക്ഷ വിമർശനങ്ങൾ തന്നെയാണ് നേരിടേണ്ടി വന്നത് അല്ലെ? ഇപ്പോഴിത് ആ ഒരു ഡിവോഴ്സ് വക്കിലെത്തി എന്നുള്ള വാർത്തകൾ, ശരിക്കും ഇതൊക്കെ ഒരു അതിരുകിടന്ന തോന്നിയാസങ്ങൾ തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പടച്ചുവിടുന്നത് ഭയങ്കര ഒരു എന്താ പറയണത്, അത് വൾഗർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിന് പിന്നാലെ തന്നെ നമ്മളെ ഈ ഒരു ദിവ്യ ശ്രീധർ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ദിവ്യയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞങ്ങളെ ഇഷ്ടമല്ലാത്തവർ ബാഡ് കമന്റ് ഇടരുത് പ്ലീസ്. വീഡിയോ നോക്കാനേ നിൽക്കരുത്. ഞങ്ങൾ ആരുടെ ജീവിതത്തിലും എത്തി നോക്കാൻ വരുന്നില്ല. ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. ചാനലുകാർ അവരുടെ ഇഷ്ടത്തിന് വീഡിയോസ് ഇടുന്നതും ഞങ്ങൾ എന്ത് പിഴച്ചു? ദയവ് ചെയ്ത് ആരും ബാഡ് കമന്റ് ഇടരുത്. ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട, അത്രേ ഉള്ളൂ. ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി നല്ല ആൾക്കാരുണ്ട്. അവരോടൊക്കെ ഒത്തിരി സ്നേഹവും നന്ദിയും മാത്രം എന്നുമാണ് വീഡിയോയ്ക്ക് നൽകിയ ക്യാപ്ഷനിലൂടെ ദിവ്യ എഴുതി ചേർത്തത്. ആ ഒരു വീഡിയോയിൽ തന്നെ ദിവ്യയ്ക്ക് ക്രിസ് വേണുഗോപാൽ കൊടുത്ത വാലന്റൈൻസ് ഗിഫ്റ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്കാരി അതൊക്കെ സംസാരിക്കുന്നുണ്ട്. അവരുടെ ജീവിതം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നതും വളരെ ഹാപ്പിയാണ് ക്രിസ് വേണുഗോപാൽ അവരുടെ ദിവ്യയും അതുപോലെ തന്നെ മക്കളെ പൊന്നുപോലെ നോക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം. പിന്നെ പല വീഡിയോസും എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള വൾഗർ കമന്റുകൾ ഒരുപാട് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈവൻ ദിവ്യയും മക്കളും ചേർന്ന് ചെയ്യുന്ന റീൽസ് വീഡിയോയ്ക്ക് പോലും വൾഗർ ആയിട്ടുള്ള കമന്റ്സുകൾ തന്നെയാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരെ വേട്ടയാടിക്കൊണ്ട് നിൽക്കുകയാണ് ഈ ഒരു സോഷ്യൽ മീഡിയ. എന്തായാലും ഇതിൽ ലീഗലി മൂവ് ചെയ്യുമെന്ന് തന്നെയാണ് ക്രിസ് വേണുഗോപാൽ ഈ ഒരു ലൈവ് വീഡിയോയിൽ അറിയിച്ചിരിക്കുന്നത്. കാരണം ഇത് വളരെയധികം പരിധി കടന്നുപോയി അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾക്ക് അതിൻ്റെതായ ഒരു വാണിംഗ് കൊടുത്തതിന് ശേഷം ഇനി ആ വാണിംഗ് അവർ കേട്ടില്ല എങ്കിൽ അത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇരുവരും. രണ്ടുപേരും, ദിവ്യയും അതുപോലെ തന്നെ
ക്രിസ് വേണുഗോപാലും അതുപോലെ തന്നെ. കാരണം അവരുടെ ലൈഫിൽ ഇനി മറ്റൊരാൾ എന്തിനാണ് ഇന്റർഫിയർ ചെയ്യുന്നത്? അവർ വളരെ സന്തോഷത്തോടെ അവരുടെ ലൈഫും മക്കളും ഒത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവർ കഴിയുന്നത്. അപ്പം ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഡിവോഴ്സ് വാർത്തയൊക്കെ വന്നാൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ ലൈഫിൽ അവർക്ക് ഭയങ്കരമായിട്ട് അത് എഫക്റ്റ് ഇല്ല. ആ വേർഡ്സ് അവർക്ക് അത് ഉൾക്കൊള്ളാനേ അവർക്ക് സാധിക്കില്ല. കാരണം അവർ വിവാഹം കഴിഞ്ഞു വളരെ സ്നേഹത്തോടെ കഴിയുന്ന ആ ഒരു ദമ്പതിമാരാണ്. അപ്പം അവർക്കിടയിൽ ഡിവോഴ്സ് എന്നൊരു വാക്കു മാറ്റി ഇങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ള ബുള്ളിങ് ചേർന്ന് പറയുന്നത് അത് മഹാ കഷ്ടമാണ് കേട്ടോ. ഭർത്താവിന്റെ സ്നേഹം ഒരു ഭാര്യയ്ക്ക് സർപ്രൈസ് ആയി കിട്ടുമ്പോൾ അതൊരു വല്ലാത്ത ഫീലാണ്. വൈകി വന്ന വസന്തമാണ് നിങ്ങളുടെ ഏട്ടനെന്നും കൂടെ ഉണ്ടാകട്ടെ, നിങ്ങൾ ശരിക്കും ഭാഗ്യവതിയാണ് എന്നിങ്ങനെയുള്ള കുറെ സപ്പോർട്ടീവ് കമന്റ്സ് ഉണ്ട് കേട്ടോ. മറ്റു വീഡിയോസിനൊക്കെ താഴെയാണ് ഇതുപോലെയുള്ള ഹരാസ്മെന്റ് ചെയ്യുന്ന രീതിയിലുള്ള കമന്റ്